തലസ്ഥാനത്ത് 24 വാർത്താ സംഘത്തെ കോൺഗ്രസുകാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. 16-കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ തലസ്ഥാനത്തെ 24-ലെ മാധ്യമപ്രവർത്തകനെയും ക്യാമറാമാനെയും കോൺഗ്രസുകാർക്ക് പ്രതികരിക്കാൻ അവസരം കൊടുത്തില്ല എന്നതിൻ്റെ പേരിലാണ് കയ്യേറ്റം ചെയ്തത്. ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഇടതുപക്ഷത്തിനെതിരെ ഏറ്റവും വലിയ വിഷങ്ങളായിട്ടുള്ള കോൺഗ്രസ്സുകാരെ പാലൂട്ടി മാപ്രകൾ വളർത്തി. ഒടുവിൽ ഇപ്പോൾ ക്യാമറകളും മൈക്കിൻ്റെ കോലുകളും അവരുടെ അവകാശമായി മാറിയിരിക്കുകയാണ്. എവിടെ ചെന്നാലും ആ വിഷയമല്ല, ഞങ്ങളെ ആദ്യം കവർ ചെയ്യണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ വളഞ്ഞിട്ടടിക്കും, ഈ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലാതെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് 24-ൻ്റെ തന്നെ മർദ്ദനമേറ്റ റിപ്പോർട്ടറായിട്ടുള്ള ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടിട്ട് അതിൽ പ്രകോപനമുണ്ടാകുന്ന ഒരു സംഭവമില്ല. തലസ്ഥാനത്ത് 16 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വീട്ടുകാർക്ക് അതിനെ സംബന്ധിച്ച് പരാതി ഉയർന്നു. ആ പരാതി ഉയർന്ന വിവരം റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് എന്ത് കാര്യം? 24-ലെ വാർത്താ സംഘം ചെല്ലുന്നതറിഞ്ഞ് DCC നേതാവ് അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. കാത്തുനിന്ന് ആദ്യം അച്ഛൻ്റെ ഒന്നുമല്ല, ഞങ്ങളുടെ പ്രതികരണം എടുക്കണം, ഞങ്ങൾ പറയുന്നതാണ് നാട്ടുകാരെ ഇപ്പോൾ കേൾപ്പിക്കേണ്ടത്. അതായത് സതീശ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങി ഇപ്പോൾ മുഴുവൻ മാപ്ര ക്യാമറകൾക്ക് മുന്നിലെ അഭിനയമായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തനം. എവിടെ എന്ത് വിഷയത്തിന് ക്യാമറ വരുന്നു അവിടെ നേരത്തെ പോയി നിന്നോളണം, ആദ്യമേ ഇടിച്ചു കയറി പ്രതികരിച്ചോളണം. ഇതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ മരണം റിപ്പോർട്ട് ചെയ്യാൻ പോയ വീട്ടിലെ പിതാവിൻ്റെ പ്രതികരണം എടുത്തു, വാർഡ് മെമ്പറിൻ്റെ പ്രതികരണം എടുത്തു. DCC നേതാവിൻ്റെ പ്രതികരണം എടുക്കാത്തത് പ്രകോപനമായി. ക്യാമറാമാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പിന്നീട് റിപ്പോർട്ടറെ ആക്രമിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം എടുക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന നിലയിൽ വണ്ടി തടഞ്ഞിടുന്നു. എങ്ങനെയുണ്ട്? കേരളത്തിലെ ഗാന്ധിയൻ ഗുണ്ടായിസത്തിൻ്റെ ഒരു പുതിയ വേർഷനാണ്. മാധ്യമപ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് പാലൂട്ടി വളർത്തി ഇടതുപക്ഷത്തിനെതിരെ വല്ലാത്ത സ്പേസ് കൊടുത്ത് അടുത്ത അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് പരവതാനി വിരിച്ചുണ്ടായിരിക്കുന്ന സംഭവമാണ്. വാങ്ങിക്കൂട്ടുക, അതിനപ്പുറത്തേക്ക് വേറെ വഴിയില്ല. കാര്യം പ്രത്യേക അജണ്ടയോടുകൂടി മാസപ്പടി പറ്റിയും ദിവസപ്പടി പറ്റിയൊക്കെ ഇവർക്ക് വേണ്ടാത്ത സ്പേസ് കൊടുത്തപ്പോൾ വിഷപ്പാമ്പിനെയാണ് പാലൂട്ടി വളർത്തുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ തോളിൽ കയറിയിരുന്ന് ചെവി കടിച്ചപ്പോൾ കിടന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് കേരളത്തിലെ മാപ്രകൾക്ക് ഇനിയെങ്കിലും വകതിരിവുണ്ടാകട്ടെ. കാര്യം കഴിഞ്ഞ 9 വർഷം മാധ്യമപ്രവർത്തകരെ ഇടതുപക്ഷത്തുള്ളവർ കയ്യേറ്റം ചെയ്തു എന്നൊരു വാർത്ത ഒരിടത്തും നിങ്ങൾ കണ്ടില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും വാർത്ത കൊടുത്ത് ഭരണ സംവിധാനത്തെ പരമാവധി ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത തകർക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഒരു വിശ്വാസ്യതയില്ലാത്തവന്മാർക്ക് വല്ലാത്ത വിശ്വാസ്യത ഉണ്ടാക്കാനും പരിശ്രമിച്ചു. ഇപ്പോൾ അവർക്കത് അവകാശമായി മാറിയിരിക്കുന്നു, ശീലമായി മാറിയിരിക്കുന്നു. ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി കഥാപാത്രമായി വേഷം കെട്ടി ആടിയവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആദ്യം നമ്മുടെ പ്രതികരണം. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും പ്രതികരണം എടുക്കാത്തതിൻ്റെ പേരിൽ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് ഇത് മാത്രമാണ്. എന്തായാലും 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായരുടെ രോഷപ്രകടനമോ കാഥികൻ ഹാഷ്മിയുടെ കഥാപ്രസംഗമോ നമ്മൾ ഇതുവരെ കണ്ടില്ല. എങ്ങനെ കാണും? കോൺഗ്രസ്സുകാർ ചെയ്താൽ അങ്ങനെ കാണിക്കാൻ പറ്റുമോ? അത് ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ. ആ നിലയ്ക്ക് വാർത്ത മുക്കുന്നതിന് മുന്നോടിയായിട്ട് അതിപ്പോൾ നാട്ടുകാരെ കാണിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യം കാണിക്കാൻ കഴിയാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. എന്തായാലും 24 ന്യൂസുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരെ കോൺഗ്രസ്സുകാർ വളഞ്ഞിട്ട് കാര്യമായി പഞ്ഞിക്കിട്ടു എന്ന വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്.